ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാനത്തിനകത്തും പുറത്തും വ്യാപക റെയ്ഡുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. തന്ത്രി കണ്ഠരര് രാജീവരൊഴികെ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളുടെ വീടുകളും ഇവരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ 21 ഇടങ്ങളിലാണ് ഒരേ സമയം പരിശോധന. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും പരിശോധന തുടരുകയാണ്. രാവിലെ 6 മണിയോടെ തുടങ്ങിയ റെയ്ഡ് 11 മണിക്കൂർ പിന്നിട്ടു. സ്വർണ്ണക്കൊള്ളയിലെ കള്ളപ്പണം വെളുപ്പിക്കലിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം. ഈ മാസം 9-ന് ECIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമായി ഒരേ സമയം വ്യാപക പരിശോധന. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരത്തെയും ബംഗളൂരുവിലെയും വസതികളിലും A. പത്മകുമാറിന്റെ ആറന്മുളയിലെ വസതിയിലും B. മുരാരി ബാബുവിന്റെ ചങ്ങനാശ്ശേരിയിലെ വസതിയിലും ഒരേ സമയം പരിശോധന. സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ വീട്ടിലും റൊദ്ദം ജ്വല്ലറിയിലും പരിശോധന നടന്നു. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും CEO പങ്കജ് ഭണ്ഡാരിയുടെ വീട്ടിലും ED ഉദ്യോഗസ്ഥരെത്തി. തിരുവനന്തപുരം വെഞ്ഞാറമൂടിന് സമീപമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിലും പരിശോധന തുടരുകയാണ്. ഇവിടെ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാതാവിനെ കൂട്ടിയാണ് കാരറ്റിലെ വസതിയിൽ ED ഉദ്യോഗസ്ഥരെത്തിയത്. ഇതിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് എത്തിയ ED ഉദ്യോഗസ്ഥർക്ക് ഓഫീസിലെ ജീവനക്കാർ എത്തും വരെ 1 മണിക്കൂറിലേറെ കാത്തിരിക്കേണ്ടി വന്നു. കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച് പണം കണ്ടെത്തുക, പണം ആർക്കൊക്കെ ലഭിച്ചെന്ന് കണ്ടെത്തുക, നിർണായകമായ രേഖകളും ഡിജിറ്റൽ തെളിവുകളും പിടിച്ചെടുക്കുക, കള്ളപ്പണം വെളുപ്പിക്കലിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ടെന്ന് കണ്ടെത്തുക എന്നിവയാണ് പരിശോധനയുടെ ലക്ഷ്യമെന്ന് ED വ്യക്തമാക്കി. ശബരിമലയിലെ വഴിപാടുകളിലും ആചാരങ്ങളിലും നടന്ന ക്രമക്കേടുകൾ ഉൾപ്പെടെ സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ച് സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും അതും PMLA പരിധിയിൽ കൊണ്ടുവരുമെന്നുമാണ് ED അറിയിച്ചിട്ടുള്ളത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.